വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്, സിനിമാ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് എന്നുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഈ വേളയിൽ മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നടി ഷക്കീല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടെന്നാണ് ഷക്കീല പറയുന്നത്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് 15ഓളം പേരുള്ള പവർ ഗ്രൂപ്പ് ആണെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശം. ഇതേക്കുറിച്ചായിരുന്നു ഷക്കീലയുടെ പ്രതികരണം. അന്നത്തെ പവർ ഗ്രൂപ്പ് തന്നെയാണ് ഇന്നുള്ളത്. മോഹൻലാലും മമ്മൂട്ടിയുമാണ് പ്രധാനികൾ. അവരല്ലാതെ വേറെ ആര്? മുകേഷും സിദ്ദിഖും ഒക്കെയുണ്ട്, പക്ഷേ പ്രധാനപ്പെട്ടവർ അവരാണെന്നാണ് ഷക്കീല പറയുന്നത്. താൻ അഭിനയിച്ചിരുന്ന കാലത്ത് വസ്ത്രം മാറുന്നത് ടവൽ മറച്ചു പിടിച്ചായിരുന്നു. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇന്ന് കാരവാൻ ഉണ്ടെന്നും എന്നാൽ വസ്ത്രം മാറാൻ വേണ്ടി മാത്രമായി കാരവാൻ ഉപയോഗിക്കുന്നില്ലെന്നാണ് ഷക്കീല പറയുന്നത്. അവിടെ ഡിന്നറും ലഞ്ചും മറ്റ് മോശം കാര്യങ്ങളും ഒക്കെ നടക്കുമെന്നും താരം ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, നടിമാരുടെ വാതിലിൽ മുട്ടുന്നത് പതിവായിരുന്നുവെന്നും ഷക്കീല പറയുന്നുണ്ട്. നടി രൂപശ്രീയുടെ വാതിലിൽ മുട്ടുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും താരം പറയുന്നു. സിനിമയുടെ പേര് ഓർമ്മയില്ല. കൊച്ചു പമ്പയിൽ വച്ചായിരുന്നു ഷൂട്ട്. കലാഭവൻ മണിയൊക്കെ അഭിനയിച്ച സിനിമയാണ്. അവിടുത്തെ ഗസ്റ്റ് ഹൌസിലാണ് താമസിക്കുന്നത്. വേലക്കാരിയുടെ വേഷമായിരുന്നു എന്റേത്. ഞാൻ അന്ന് നായികയല്ല, രൂപശ്രീ ആയിരുന്നു നായിക. അവരുടെ എതിർവശത്തെ മുറിയിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. രാത്രി 12:30 ആയപ്പോൾ വാതിലിൽ മുട്ടുന്നതും എടി പുറത്ത് വാടി എന്നൊക്കെ പറയുന്നത് കേട്ടു. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് എതിർവശത്തുണ്ടായിരുന്ന രൂപശ്രീയുടെ വാതിലിൽ മുട്ടിയാണ് പ്രശ്നമുണ്ടാക്കുന്നത്. വാതിലിൽ മുട്ടിയത് ആരാണെന്ന് അറിയില്ല. രൂപശ്രീയെ ഞങ്ങൾ അവിടെ നിന്നും രക്ഷിക്കുകയും പ്രശ്നമുണ്ടാക്കിയവരെ തല്ലുകയും ചെയ്തു. അവരെ ഇറക്കിവിട്ട് ഗസ്റ്റ് മുഴുവൻ ലോക്ക് ചെയ്തു. രാവിലെ 4 മണിക്ക് വണ്ടി വന്നു. രൂപശ്രീയെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ട്രെയിൻ കയറ്റി വിടുകയായിരുന്നു എന്നുമാണ് ഷക്കീല പറയുന്നത്. മാത്രമല്ല, പൃഥ്വിരാജ് വലിയ നിലപാടെടുത്തിട്ടില്ലെന്നും ഷക്കീല പറഞ്ഞു. ഇതിൽ പൃഥ്വിരാജ് എന്താണ് നല്ലത് ചെയ്തത്? ഞാനും നിങ്ങളും ഇക്കാര്യത്തിൽ പൃഥ്വിരാജ് പറഞ്ഞത് തന്നെയല്ലേ പറയുക. പിന്നെ പൃഥ്വിരാജ് എന്താണ് ചെയ്തത്? അന്വേഷണം നടത്തി കുറ്റക്കാർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നത് പൊതുവായി മാധ്യമങ്ങളോട് പറയുന്നതാണ്. അതിന്റെ പേരിൽ പൃഥ്വിരാജിനെ കുറിച്ച് സംസാരിക്കേണ്ടതില്ല. എല്ലാവരും രക്ഷപ്പെടാനാണ് നോക്കുക എന്നും താരം പറഞ്ഞു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി സ്ത്രീകളാണ് തങ്ങളുടെ ദുരനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ നടന്മാരായ സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു തുടങ്ങിയവർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സംവിധായകന്മാരായ രഞ്ജിത്ത്, VK പ്രകാശ് തുടങ്ങിയവർക്കെതിരെയും പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.